പറ്റും. നമ്മളിപ്പോൾ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. കാരണം ഇതുപോലെ കുറച്ച് ശ്രദ്ധാലുക്കളായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അമേരിക്കനെ ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അമേരിക്ക എന്നൊരു രാജ്യത്തിൻ്റെ ആവശ്യമൊന്നും പിന്നെ നമുക്ക് വരില്ല. പക്ഷെ നമ്മൾ കട്ട സപ്പോർട്ട് സർക്കാരിന് കൊടുക്കണം. സർക്കാർ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ രാജ്യത്തുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ അതിന് ലേശം വില കൂടുതലൊക്കെ വരാം. ചില സാധനത്തിനൊക്കെ ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന സാധനത്തെക്കാളൊക്കെ ചിലപ്പം വില കൂടുതലൊക്കെ വരാം. പക്ഷെ ആ വില കൂടുതൽ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കൊടുക്കുന്ന ഒരു സംഭാവനയായിട്ട് കരുതിയാൽ മതി. ആ രീതിയിൽ നമ്മൾ പറ്റുന്നത്ര ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും സർക്കാർ പറഞ്ഞ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അമേരിക്കനെ എന്നല്ല ലോകരാജ്യങ്ങളിലെ ഏത് രാജ്യത്തെയും വെല്ലാനുള്ള പ്രാപ്തി നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 60ഓളം രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയെന്ന് പറയുന്നത് അതിൽ നമുക്ക് പറ്റാവുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ ഈ ഇടപാടുകൾ നടത്തി. ഇപ്പോൾ എത്ര രാജ്യങ്ങൾ ചേർന്നാൽ അമേരിക്കയ്ക്ക് തുല്യമാവുമോ അത്രയും രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇടപാടുകൾ നടത്തി അമേരിക്കയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ആ രാജ്യങ്ങളുമായിട്ട് അങ്ങനെ നടത്തണം. ആ സമയത്ത് അമേരിക്ക തീർച്ചയായിട്ടും